ഇവിടെ ഓയിലർ മെത്തേഡ് പറയുന്നതാണ്. കൺസിഡർ ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം dy by dx is equal to f of x comma y for y of x0 is equal to y0. ഇവിടെ നിന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സിന്റെ വാല്യൂ x0 ആകുമ്പോൾ വൈന്റെ വാല്യൂ y0 തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ x0 ആകുമ്പോൾ വൈന്റെ വാല്യൂ y0 തന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്താ പോകുന്നത്. എക്സിന്റെ വാല്യൂ x0 പ്ലസ് h ആകുമ്പോൾ വൈന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ, ഞാൻ ഇതിനെ x1 എന്ന് വിളിക്കേ. എക്സിന്റെ വാല്യൂ x2 ആകുമ്പോൾ x2 ഉദ്ദേശിക്കുന്ന x0 പ്ലസ് 2h അല്ലെങ്കിൽ x1 പ്ലസ് h, അതാകുമ്പോൾ വൈന്റെ വാല്യൂ എന്താണ്? അടുത്ത് എക്സിന്റെ വാല്യൂ x3 ആകുമ്പോൾ x3 ഉദ്ദേശിക്കുന്ന x2 പ്ലസ് h അല്ലെങ്കിൽ x0 പ്ലസ് 3h, h ഒരു സ്മാൾ പോസിറ്റീവ് നമ്പറാണ്, ആകുമ്പോൾ വൈന്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഇതാണ്. dy by dx is equal to f of x comma y given y of x0 is equal to y0. ഇങ്ങനെ തരുമ്പോൾ ഓയിലർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ, നമ്മൾ ന്യൂമറിക്കൽ മെത്തേഡാണ് ഓയിലർ മെത്തേഡ്. ഇത് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എക്സിന്റെ വാല്യൂ x0 ആകുമ്പോൾ വൈന്റെ വാല്യൂ y0 എന്നാണ് ഇവർ തന്നിട്ടുള്ളത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കൂടെ ഉള്ള ഇനിഷ്യൽ കണ്ടീഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എക്സിന് x0 കൊടുക്കുമ്പോൾ വൈന് y0 ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് x0ന്റെ ഒരു ഇൻക്രിമെന്റ് ആണ്. x0 ഞാൻ ഒരു h എന്ന റിയൽ നമ്പർ, സ്മാൾ റിയൽ നമ്പർ ആഡ് ചെയ്തു, അതിനെ x1 എന്ന് വിളിച്ചു. അപ്പൊ എക്സിന്റെ വാല്യൂ x1 ആകുമ്പോൾ വൈന്റെ വാല്യൂ എന്താണ്? അടുത്ത് വീണ്ടും ഈ x1നോട് വീണ്ടും ഒരു നേരത്തെ ആഡ് ചെയ്ത അതേ സെയിം റിയൽ നമ്പർ h വീണ്ടും ആഡ് ചെയ്തു. അപ്പോൾ എന്താവും? x0 പ്ലസ് 2h ആവും, അല്ലെങ്കിൽ x1 പ്ലസ് h. അപ്പൊ അതിനെയാണ് നമ്മൾ x2 എന്ന് വിളിക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ x2 ആവുമ്പോൾ വൈന്റെ വാല്യൂ എന്താണ്? അടുത്ത് x2 ഉണ്ടല്ലോ, x2നോട് വീണ്ടും ഒരു h ആഡ് ചെയ്യുക, അല്ലെങ്കിൽ x0 പ്ലസ് 3h. അപ്പോൾ അതിനെ x3 എന്ന് വിളിക്കുക. അപ്പോൾ എക്സിന്റെ വാല്യൂ x3 ആവുമ്പോൾ വൈന്റെ വാല്യൂ എന്താണ്? ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ന്യൂമറിക്കൽ മെത്തേഡ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ന്യൂമറിക്കൽ മെത്തേഡിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 0 ആവുമ്പോൾ വൈന്റെ വാല്യൂ 1 എന്ന് തന്നിട്ടുണ്ട്. ഉടനെ നമ്മൾ h is equal to 0.1 എന്നെടുത്താൽ x1ന്റെ വാല്യൂ എന്താവും? 0 പ്ലസ് 0.1 0.1 ആവും. അപ്പോൾ അവിടെ വൈന്റെ വാല്യൂ ഒരു 2 കിട്ടിയെന്ന് വിചാരിക്കുക. അടുത്ത് വീണ്ടും ഇവിടെ h ആഡ് ചെയ്യും. എക്സിന്റെ വാല്യൂ 0.2 ആകുമ്പോൾ വൈന്റെ വാല്യൂ എന്താണ്? അതൊരു 2.5 കിട്ടിയെന്ന് വിചാരിക്കുക. എക്സിന്റെ വാല്യൂ 0.3, വീണ്ടും ഇവിടെ h ആഡ് ചെയ്യും. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താണ്? ഇങ്ങനെ പോകുന്നതാണ് അല്ലെ? എങ്കിൽ ശ്രദ്ധിക്കുക, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈന്റെ വാല്യൂ 0.2 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ h is equal to 0.5 എന്ന് എടുത്തു. h is equal to 0.5 എന്ന് എടുത്താൽ 1.5 ആകുമ്പോൾ വൈന്റെ വാല്യൂ എത്ര? വീണ്ടും ഇവിടെ 0.5 ആകുമ്പോൾ 2 അല്ലെ? 2 ആകുമ്പോൾ വൈന്റെ വാല്യൂ എത്ര? വീണ്ടും ഇവിടെ 0.5 ആകുമ്പോൾ 2.5 ആകുമ്പോൾ വൈന്റെ വാല്യൂ എത്ര? ഇതൊക്കെ അന്വേഷിക്കലാണ് ഏതിലൂടെ ചെയ്യുന്നത്? ഓയിലർ മെത്തേഡിലൂടെ ചെയ്യുന്നത്. അപ്പോ consider the initial value problem dy by dx is equal to f of x comma y for y of x0 is equal to y0. നമ്മളിവിടെ suppose x0 comma x1 comma x2 comma etc be equally
the equally spaced x values with the equally spaced x values with the interval h. എന്ന് വെച്ചാൽ that is x1 is equal to x0 plus h, comma x2 is equal to x1 plus h അല്ലെങ്കിൽ x0 plus 2h, etc. Also denotes y of x1, y of x0, y0 എന്ന് ഡിനോട്ട് ചെയ്യെങ്കിൽ y of x1 നെ y1 കൊണ്ട് ഡിനോട്ട് ചെയ്തോ, y of x2 നെ y2 കൊണ്ട് ഡിനോട്ട് ചെയ്തോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. Then the first iteration y1 is equal to y0 plus h into f of x0 y0, ഇതാണ് ഫോർമുല. Second iteration is y2 is equal to y1 plus h into f of x1 y1. Third iteration is എന്തായിരിക്കും? First iteration y1 is equal to y0 plus h into f of x0 y0. y2 second iteration y2 is equal to y1 plus h into f of x1 y1. അപ്പോൾ അടുത്ത തേർഡ് ഐറ്ററേഷൻ എന്തായിരിക്കും? ഇവിടെ ഒരാൾ പറഞ്ഞ തേർഡ് ഐറ്ററേഷൻ എന്തായിരിക്കും? ആരെങ്കിലും പറയാം, അല്ലെങ്കിൽ എനിക്ക് പോകടിക്കും. അല്ല x2 ആയിട്ട് ഓക്കെ കൊള്ളാം. അപ്പോൾ y3 is equal to y2 plus h into f of x2 y2, etc. In general, what is yn plus 1 is equal to എന്തായിരിക്കും? എന്താണ് yn plus 1? yn plus 1 എന്താ? yn plus h into of x and y. This is the general formula. So, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. യൂസ് Euler's method. Use Euler's method with h is equal to ചില ക്വസ്റ്റ്യൻസിൽ h തരത്തില്ല, അത് നമ്മൾ സൗകര്യം പോലെ എടുക്കേണ്ടത്. വിത്ത് h is equal to ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.1. To solve the initial value problem, dy by dx is equal to x square plus y square with initial condition y of 0 is equal to 0, x in the value is 0, x0 is 0, y0 is 0. In the range 0 less than or equal to x less than or equal to 0.5. x in the value 0.5 ആവുന്ന വരെ കണ്ടുപിടിച്ചാൽ മതി. 0 മുതൽ 0 വരെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കി എടുക്കുക. ഇവിടെ തന്നിട്ടുള്ളതാണ് ഗിവൺ dy by dx is equal to x square plus y square. എടോ നമ്മൾ നോക്കിയേ, ഇവിടെ അവരെന്താണ് എക്സിന്റെ വാല്യൂ
എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ വൈന്റെ വാല്യൂ 0 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ വൈന്റെ വാല്യൂ 0 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഹെച്ചിന്റെ വാല്യൂ 0.1 എടുക്കാൻ. അപ്പോൾ ഇവിടെ ഇതിനോട് ഈ 0നോട് 0.1 ആഡ് ചെയ്താൽ 0.1 0 പ്ലസ് 0.1. അപ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടും. അടുത്ത് ഈ 0.1നോട് വീണ്ടും 0.1 ആഡ് ചെയ്താൽ 0.2. അപ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടും. ഈ 0.2നോട് വീണ്ടും ഒരു 0.1 ആഡ് ചെയ്താൽ 0.3. അപ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടും. ഇവിടെ 0.3നോടൊപ്പം ഒരു 0.1 ആഡ് ചെയ്താൽ 0.4. 0.4നോടൊപ്പം ഒരു 0.1 ആഡ് ചെയ്താൽ 0.5. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് x0, ഇതാണ് x1, ഇതാണ് x2, ഇതാണ് x3, ഇതാണ് x4, ഇതാണ് x5. ഇവിടെ ഈ 0 നമ്മൾ y0 എന്നല്ലേ വിളിക്കുന്നത്. ഇനി ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻ മാർക്ക് ആരാണ് കണ്ടുപിടിക്കുന്നത്? y1 ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ കണ്ടുപിടിക്കുന്നത് y2 ആണ്. ഇവിടെ കണ്ടുപിടിക്കുന്നത് y3 ആണ്. ഇവിടെ കണ്ടുപിടിക്കുന്നത് y4 ആണ്. ഇവിടെ കണ്ടുപിടിക്കുന്നത് y5 ആണ്. അപ്പോൾ ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മുടെ ജോലിയുള്ളൂ. y1 കാണണം, y2 കാണണം, y3 കാണണം, y4 കാണണം, y5 കാണണം. അതിനുള്ള ഫോർമുല ആദ്യമേ തന്നു കഴിഞ്ഞു. So given differential equation കിട്ടിയല്ലോ. Question 1. Comparing 1 with dy by dx is equal to f of x comma y. That is, ആരാണ് f of x comma y പറയട്ടെ? dy by dx equal to x square plus y square അല്ലേ? നമ്മൾ dy by dx equal to f of x square plus y square നെ dy by dx equal to f of x y മായിട്ട് കമ്പയർ ചെയ്താൽ ആരാ f of x square by y square? സോറി, f of x y ആരാ? f of x y ആരാണ്? Then f of x comma y is equal to x square plus y square. ഇനി ഇവിടെ given also given h is equal to 0.1 എന്ന് തന്നിട്ടുണ്ടല്ലേ. and y of 0 is equal to 0. നമ്മൾ എപ്പോഴും എന്താ പറയണേ? ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ വൈന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂവിനെ x0 നമ്മൾ വിളിക്കുന്നത്. x0 is equal to 0 ആണ്. വൈന്റെ വാല്യൂ ഇനിഷ്യലിൽ y0 is equal to 0. അപ്പോൾ x0യും 0 ആണ്, y0യും 0 ആണ്. Then what is x1? x1 is equal to x0 plus h അല്ലേ? equal to 0 plus 0.1 അല്ലേ? equal to 0.1. x1ന്റെ വാല്യൂ 0.1 ആണ്. നമുക്ക് y1 കണ്ടുപിടിക്കണം അല്ലേ? y1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? വാട്ട് ഈസ് ഫസ്റ്റ് ഐറ്ററേഷൻ? എന്താ ഫസ്റ്റ് ഐറ്ററേഷൻ? ഫസ്റ്റ് ഐറ്ററേഷന്റെ ഫോർമുല എന്തോടെ? ഫസ്റ്റ് ഐറ്ററേഷന്റെ ഫോർമുല എന്തോന്ന്? y1 is equal to y0 plus h into f of x0 y0. ഓ, y1 is equal to y0 തൊട്ട് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 0 ആണ് അല്ലേ? പ്ലസ് h എഴുതി വെച്ചിട്ടുണ്ട് 0.1. f of x0 y0, x0 0, y0 0 അല്ലെ? x0 0, y0 0. നോക്കിയേ, y1 is equal to 0 plus 0.1 into എന്താണ് f of x0 y0? f of xy എന്താടേ? f of xy is x square plus y square അല്ലേ? അപ്പോ f of 0 0 എന്താ? x-ന് y-ക്കും 0 കൊടുക്കുക. അപ്പൊ എന്തായി? f of 0 0 0 ആയി. അപ്പൊ y1 എന്തായി? y1 എന്തായി? 0. അടുത്ത സെക്കൻഡ് ഐറ്ററേഷൻ. എന്താണ് സെക്കൻഡ് ഐറ്ററേഷൻ?
സെക്കൻഡ് ഇറ്ററേഷന്റെ ഫോർമുല പറയാം. എന്താ സെക്കൻഡ് ഇറ്ററേഷൻ? ഇത് എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. ഇതൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് y1 plus h into f of x1 y1. y1 മോൾ കിട്ടിയല്ലോ, 0 അല്ലേ? h ഉണ്ടല്ലോ 0.1 ഇൻറ്റു എഫ് ഓഫ് x1. നമ്മൾ x1 എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? x1 0.1 അല്ലേ? ഇവിടെ ഉണ്ടല്ലോ x1 0.1 അല്ലേ? അപ്പോൾ 0.1 y1 0. So y2 is equal to 0 plus 0.1 into x square y square അല്ലേ? അപ്പോൾ എന്താ 0.1 square plus 0 square. 0.1ന്റെ സ്ക്വയർ എന്താ? y2 is equal to 0 plus 0.1 into 0.1 square equal to 0.1 cube അല്ലേ? equal to 0.001. y2 കിട്ടിയല്ലോ 0.001. അടുത്ത തേർഡ് ഐറ്ററേഷൻ അല്ലേ? ഇനി വാട്ട് ഈസ് x2? x1 is x0 plus h. x2 is x1 plus h അല്ലേ? x1 ആരാണ്? 0.1. 0.1 plus h 0.1. x2 0.2. നമുക്കിവിടെ ഫസ്റ്റ് ഐറ്ററേഷനിൽ y1 0 കിട്ടി. സെക്കൻഡ് ഐറ്ററേഷനിൽ y1 എന്തായി? 0.01 ആയി. അടുത്ത തേർഡ് ഐറ്ററേഷൻ എന്താ? തേർഡ് ഐറ്ററേഷൻ ഫോർമുല എന്താണ്ട്? ഫോർമുല എന്താ? തേർഡ് ഐറ്ററേഷന്റെ ഫോർമുല y3 is equal to y2 plus h into f of x2 y2. y3 is equal to y2 0.001 plus h is 0.1 into f of x2 0.2 comma y2 0.001 equal to 0.001 plus 0.1. ഇനി ഇതെന്താ? എഫ് ഓഫ് 0 to 0.001 അതെന്താണ്? എടേ എഫ് ഓഫ് എക്സ് വൈ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോ എഫ് ഓഫ് എക്സിന് 0.2 വൈന് 0.01 കൊടുക്കാമല്ലോ. അപ്പൊ എന്താവും? 0.2ന്റെ സ്ക്വയർ പ്ലസ് 0.001ന്റെ സ്ക്വയർ. അപ്പൊ എന്താവും? 0.2ന്റെ സ്ക്വയർ എത്രയാ? ഇവിടെ എഴുതാമല്ലോ 0.2ന്റെ സ്ക്വയർ പ്ലസ് 0.001ന്റെ സ്ക്വയർ. അപ്പോൾ y3 is equal to 0.001 plus 0.1 into 0.2 സ്ക്വയർ. അതെന്താ? 0.0 പ്ലസ് 0.001 സ്ക്വയർ എന്താ? 0.00. എത്ര സീറോ വരും? എത്ര സീറോ വരും? 0.01ന്റെ സ്ക്വയർ എത്രയാ? 0.0001 അല്ലേ? 5 സീറോ അല്ലേ? 1 2 3 4 5. ഓക്കെ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താവും?
y3 is equal to 0.0001 plus 0.1 ഇവിടെ എന്താവും 0.1 into 0.0400001 അടുത്ത പേജിൽ എഴുതാം. y3 is equal to next പേജിൽ y3 equal to 0.001 പ്ലസ് ബാക്കി വരൂലേ 3 സീറോ അടിക്കണം. 0.001 plus y3 is equal to 0.001 plus 0.1 into അവിടെ 0.04 മറ്റൊന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും 0.04 3 സീറോ വന്നു അല്ലേ 0.041 y3 is equal to 0.001 plus ഇത് കാൽക്കുലേറ്റർ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.1 പോയിന്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.004 അല്ലെ 0.0400001 y3 is equal to 0.0050001 എല്ലാം നമ്മൾ എടുക്കേണ്ട y3 is equal to 0.005 എന്ന് മാത്രം എടുത്താൽ മതി. 3 ഡെസിമലിന് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തന്നിട്ടുണ്ടായിരുന്നത് എക്സിന്റെ വാല്യൂ 0 ആയപ്പോൾ വൈന്റെ വാല്യൂ 0. അടുത്ത് നമ്മൾ എക്സിന്റെ വാല്യൂ 0.1 ആയപ്പോൾ ഒരാളെ കണ്ടുപിടിച്ചു, 0.2 ആയപ്പോൾ ഒരാളെ കണ്ടുപിടിച്ചു അല്ലെ. ഇത് y0 അല്ലേ, ഇത് y0, ഇത് x0, ഇത് x1, ഇത് x2, ഇത് x3 അല്ലെ, ഇത് y0. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 0.1 ആയപ്പോൾ ആക്ച്വലി y ഓഫ് 1 0 എന്നല്ലേ, y ഓഫ് 1 0 എന്ന് വെച്ചാൽ y ഓഫ് x1 എന്നാണ്. y ഓഫ് 0.1 ആണ് നമുക്ക് ഇവിടെ 0 ഇട്ടിരിക്കുന്നത്. ഇവിടെ y2 ഇസ് ഈക്വൽ ടു 0.001 എന്ന് പറയുന്നില്ലേ, അതെന്താ y ഓഫ് 0.2 ആണ് 0.001 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതേപോലെ y ഓഫ് 3 ഇസ് ഈക്വൽ ടു 0 അതാരാണ് 0. y ഓഫ് 0.3 ആണ് 0.005 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 0 കിട്ടി. അടുത്തതില് 0.2, ഇവിടെ 0.2 വന്നപ്പോൾ എത്ര വന്നു 0.001 വന്നു, 0.001 വന്നു. 0.3 വന്നപ്പോൾ 0.005. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് വളരെ എളുപ്പമാണ്. എക്സിന്റെ വാല്യൂ 0 ആയപ്പോൾ വൈന്റെ വാല്യൂ 0 തന്നിട്ടുണ്ടായിരുന്നു. എക്സിന്റെ വാല്യൂ 0.1 ആയപ്പോൾ വൈന്റെ വാല്യൂ 0 നമ്മൾ കണ്ടുപിടിച്ചു. എക്സിന്റെ വാല്യൂ 0.2 ആയപ്പോൾ വൈന്റെ വാല്യൂ 0.001 എന്ന് കണ്ടുപിടിച്ചു. എക്സിന്റെ വാല്യൂ 0.3 ആയപ്പോൾ വൈന്റെ വാല്യൂ 0.005 എന്ന് കണ്ടുപിടിച്ചു. അടുത്ത ആരാ? നമുക്ക് ഏതൊരു വേണം? x4ഉം x5 വരെ വേണ്ടേ? അടുത്ത പോയിന്റ് ഇവിടുന്ന് 0.1 ആഡ് ചെയ്യും, 0.4, 0.5. ഇനി 2 സ്റ്റെപ്പ് കൂടി ചെയ്യണം അല്ലേ. ഫോർത്ത് iteration. നമുക്കിവിടെ
x4 കൂടി കണ്ടുപിടിക്കാം. x4 ഇവിടെ x4 എന്താണ്? x4 x3 പ്ലസ് h അല്ലേ? x3 ആരാണ്? 0.3 പ്ലസ് 0.1 ഈക്വൽ ടു 0.4 ആയി. അടുത്ത ഫോർത്ത് ഐട്രേഷൻ എന്താ? ഫോർമുല പറ. y4 is equal to y3 plus h into f of x3 y4. x2 അടുത്ത് x3. x3 നമ്മൾ x2 എത്ര കിട്ടിയേ? 0.2 അല്ലേ? അടുത്ത് x3 ആണ്. x3 is equal to x2 plus h. x2 0.2 0.3 അല്ലേ? 0.3 plus 0.1 0.5 ആവും. 0.4 ആവും. ബാക്കിയൊക്കെ ശരിയാണ്. അപ്പോൾ y3 x3 y3. അപ്പോൾ y4 is equal to y3 എത്ര നമുക്ക് കിട്ടിയിരിക്കുന്ന? 0.005 പ്ലസ് hന്റെ വാല്യൂ 0.1 ഇൻറ്റു f ഓഫ് x3 ആരാ? x3 0.4 y3 ആരാ? y3 0.005. ഇനി ഇവിടെ നോക്ക്, എഫ് ഓഫ് എക്സ് വൈ എന്താണ്ട്? എഫ് ഓഫ് എക്സ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ? നമുക്ക് വേണ്ടത് എന്താ? എഫ് ഓഫ് 0.4 0.005. അതെന്താണ്? 0.4 സ്ക്വയർ പ്ലസ് 0.005 സ്ക്വയർ. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് നോക്കാം. 0.4 സ്ക്വയർ എത്ര? 0.16. 0.005 സ്ക്വയർ 0.00. 6 സ്പേസ് വേണം അല്ലേ? 5 സീറോ വേണം. ഇല്ല, 25 അല്ലേ? 4 0.25. അപ്പോൾ ഈക്വൽ ടു 0.160025. ഇതാണ് എഫ് ഓഫ് 0.4 0.005. So y4 is equal to എന്താണ്? 0.005 പ്ലസ് 0.005 പ്ലസ് 0.1 ഇൻറ്റു ആ വാല്യൂ ഒന്ന് എഴുതിയാൽ മതിയല്ലോ, നമ്മളവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 0.160025. ഇത് x2 x2 0.2. ഇവിടെ 0.2 കൊടുത്തില്ലേ? ഇവിടെ 0.2. ഇവിടെ ഫോർത്ത് x3 എന്തായി? ഇവിടെ 0.2 അറിയണ്ടല്ലേ? ഇവിടെ ഞാൻ എഴുതി. ഇവിടെ 0.2 y ഓഫ് 0.2 ആണ്. ഇവിടെ x2 0.2 x3 0.2 പ്ലസ് h ആണ് അല്ലേ?
0.2 പ്ലസ് എച്ച് 0.3 ഇവിടെ 0.3 വരുള്ളൂ അല്ലേ 0.3 ആകുമ്പോൾ ഇവിടെ 0.3 0.3 സ്ക്വയർ 0.09 ഇവിടെ 0.9 ആവും 0.9 ഇവിടെ 0.9 അപ്പോൾ y4 is equal to 0.005 പ്ലസ് 0. ഇവിടെ എത്ര സ്പേസ് വരും 0.0900025 അപ്പോൾ y4 is equal to ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ 0.0090025 കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യണം എക്സാമിന് ചെയ്യുമ്പോൾ 0.005 അപ്പോൾ 5 2 0 0 0.01400 നമ്മളിത് അപ്രോക്സിമേറ്റ് ചെയ്ത് 0.014 എഴുതിയാൽ മതി അപ്പോൾ y4 is equal to 0.014 അപ്പോൾ y4 എന്ന് പറഞ്ഞാൽ എത്രയാണ് y ഓഫ് അല്ലേ y ഓഫ് നമ്മളിവിടെ ചെയ്തു വന്നതിൽ ഇവിടെ എഴുതി നോക്കാം ഒരു കാര്യം എഴുതി നോക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആവും എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ടായിരുന്നത് എക്സിൻ്റെ വാല്യൂ 0 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 0 തന്നിട്ടുണ്ടായിരുന്നു എക്സിൻ്റെ വാല്യൂ 0.1 ആയപ്പോൾ നമ്മൾ വൈൻ്റെ വാല്യൂ 0 എന്ന് കണ്ടുപിടിച്ചു എക്സിൻ്റെ വാല്യൂ 0.2 ആയപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.2 ആയപ്പോൾ വൈൻ്റെ വാല്യൂ എത്ര വന്നു എക്സിൻ്റെ വാല്യൂ 0.2 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 0.001 എന്ന് വന്നു 0.001 എന്ന് വന്നു അടുത്ത എക്സിൻ്റെ വാല്യൂ 0.3 ആയപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.3 ഇത് 0.3 ആണല്ലോ എക്സിൻ്റെ വാല്യൂ 0.3 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 0.005 എന്ന് എക്സിൻ്റെ വാല്യൂ 0.4 ആയപ്പോൾ വൈൻ്റെ വാല്യൂ 0.014 അത് ഒന്ന് ശ്രദ്ധിച്ചോളേ ഇവിടെ x1 0.1 അടുത്ത് x2 നമ്മൾ x2 ഇവിടെ എഴുതിയില്ലേ ഇവിടെ x2 is equal to x1 plus h ആണ് നമ്മൾ ഇവിടെ x1 0.1 എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ x2 is equal to 0.1 plus 0.1 x2 is equal to 0.2 0.2 ഓക്കെ ഇവിടെ എഴുതണ്ട അവിടെ മതി അടുത്തിവിടെ x3 എഴുതാം ഇവിടെ x3 എന്താ x2 plus h x2 എത്രയാ x2 0.2 0.2 plus h 0.1 equal to 0.3 എക്സിൻ്റെ വാല്യൂ 0.3 അപ്പോൾ ഇവിടെ 0.3 ആണ് y ഓഫ് 0.3 ആണ് 0.05 എന്ന് പറഞ്ഞത് അല്ലേ ഓക്കെ അടുത്തൂടെ നമ്മൾ നേരത്തെ x4 അല്ലേ വേണ്ട ഇവിടെ
x3 എഴുതി അടുത്ത x4 എന്താ x4 is x3 plus h x3 0.3 plus h 0.1 equal to 0.4. അപ്പോൾ ഇവിടെ y4ന് ഇവിടെ y4 നമുക്ക് പിന്നെ എഴുതാം, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ y ഓഫ് x4 is equal to x3 plus h. So 0.3 plus h 0.4. So actually y of 0.4 ആണ് നമുക്ക് എത്ര വന്നേ 0.014 വന്നു. ഇനി ഫിഫ്ത്ത് iteration എന്താ y5. What is y5? y5 is equal to y4 plus h into f of x4 y4. So y5 is equal to y4 എത്രയാണ് 0.014 plus h എത്ര 0.1 into f of x4 y4. x4 എത്രയാ 0.4 comma y4 0.014. So y5 is equal to y4 plus y4 എത്രയാ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയല്ലോ y4 എത്ര കിട്ടിയ 0.014 അല്ലേ 0. എഴുതാം y4 plus 0.1 into f of x4 y4 0.4 0.014. So y5 is equal to 0.014 plus 0.1 into ഇവിടെ എന്താ വേണ്ട 0.4 സ്ക്വയർ അല്ലേ എഫ് ഓഫ് എക്സ് വൈ അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ അപ്പോൾ 0.4 സ്ക്വയർ പ്ലസ് 0.014 സ്ക്വയർ. അപ്പോൾ y5 is equal to 0.014 plus 0.1 into 0.4 in the square plus 0.014 in the square എത്രയാ അതെന്തായാലും 14 സ്ക്വയർ എത്രയാ 196 അല്ലേ അപ്പോൾ ഇവിടെ 6 സ്പേസ് വരും 0.0000196. So y5 is equal to 0.014 plus 0.1 into ഇത് ആഡ് ചെയ്താൽ 0.16096. y5 is equal to 0.014 plus ഇത് വീണ്ടും ഒരു 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.0196 ആവും. അപ്പോൾ y5 is equal to 0. ഇത് ആഡ് ചെയ്യുക 0 1ഉം 1ഉം 2 ആരൊക്കെ 0.0160196ഉം 0.014ഉം കൂടി ആഡ് ചെയ്യുക 6 9 1 0 10 അല്ലേ 3 0.03 0. ആഡ് ചെയ്യുമ്പോൾ 0.0300196 നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എന്തെടുത്താൽ മതി 0.03 കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ ഇത് മതി ആൻസർ ആയല്ലോ. സോ ഇവിടെ x5 എന്താണ് x5 എന്ന് പറഞ്ഞാൽ x4 plus h x4 എന്ന് പറഞ്ഞാൽ എത്രയാ x4 എന്ന് പറഞ്ഞാൽ
x5 is equal to 0.4 plus 0.1, x5 is equal to 0.5. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ കിട്ടിയിരിക്കുന്ന y5 എന്ന് വെച്ചാൽ y ഓഫ് x5 എന്നാണ്. y ഓഫ് 0.5 ആണ് 0.0300196 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടേബിൾ ആയിട്ട് എഴുതാം. എക്സിന്റെ വാല്യൂ വൈൻ്റെ വാല്യൂ. ആദ്യം എക്സിന്റെ വാല്യൂ 0, അപ്പോൾ വൈൻ്റെ ഇത് x0, 0 അപ്പോൾ y0 0 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു y ഓഫ് 0 എന്ന് പറഞ്ഞാൽ y ഓഫ് x0 ആണ്. ഇത് നെറ്റ് പോയായിരുന്നോ? ഡോ